Okay, once again, welcome all beautiful souls. നമ്മൾ ഇന്ന് 23-ാമത്തെ സെഷനിലാണ്. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ ബെറ്റർ സെൽഫിനെ കണ്ടെത്താനുള്ള ഒരു യാത്രയിലാണ്. ഇതിനോടകം 23 സെഷനുകൾ കഴിഞ്ഞു എന്ന് 22 സെഷനുകൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അത്രമാത്രം കാര്യങ്ങൾ നമ്മൾ അവെയർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ പോകുന്നത് ഒരു സിസ്റ്റമാറ്റിക് ജേണിയിലാണ്. നമ്മുടെ ഇപ്പോഴുള്ള സെൽഫും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെൽഫും കണ്ടുമുട്ടുന്ന ഒരു ജേണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ആദ്യം കുറെ ഫിയറുകൾ, ഇൻസെക്യൂരിറ്റികൾ, ഗിൽറ്റ്, അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുന്നതിൽ നമ്മളെ തടയുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു, ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ആ ഒരു അവസ്ഥ, ഇൻസെക്യൂരിറ്റി ഉള്ള അവസ്ഥകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും കടന്നു വന്നത് നമ്മുടെ ഐഡന്റിറ്റി തിരിച്ചറിയുക എന്നുള്ള ഒരു മേഖലയിലേക്കാണ്. അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പലരും പല കാര്യങ്ങളും ഇവിടെ ഷെയർ ചെയ്തു. നമ്മളത് ഐഡന്റിറ്റി ഓരോരുത്തർക്കും അവരവർക്ക് തന്നെയാണത് ഫൈൻഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി നമ്മൾ ആ ഒരു നമ്മുടെ ക്രിയേറ്റീവ് ഏരിയ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ അതുകൊണ്ട് മാത്രം അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇനി നമുക്ക് ആക്ഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്ക് പോകണം. അതുകൊണ്ടാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ആ ഒരു ഇൻസ്പയർഡ് ആക്ഷൻ, ഉൾപ്രേരണയിൽ നിന്ന് വരുന്ന പ്രവൃത്തി എന്ന് പറയുന്ന ഒരു വിഷയം എടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷിൽ വളരെ പഴക്കം ചെന്ന ഒരു പ്രോവർബ് കേട്ടിട്ടുണ്ട്. നോയിങ് ഈസ് നോട്ട് ഡൂയിങ്, നോയിങ് ഈസ് ഓൺലി നോയിങ്, സേയിങ് ഈസ് നോട്ട് ഡൂയിങ്, സേയിങ് ഈസ് ഓൺലി സേയിങ്, ഡൂയിങ് ഈസ് ഡൂയിങ്. എന്ന് വെച്ചാല് അറിയൽ ചെയ്യലല്ല, നോയിങ് ഈസ് നോട്ട് ഡൂയിങ്, അറിയൽ മാത്രമാണ്. സേയിങ് ഈസ് നോട്ട് ഡൂയിങ്, പറയൽ ചെയ്യലല്ല, സേയിങ് ഈസ് സേയിങ് ഓൺലി, പറയൽ മാത്രമാണ്. ഡൂയിങ് ഈസ് ഡൂയിങ്, ചെയ്യലാണ് ചെയ്യൽ. അപ്പോ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം, നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നു, എന്നതിനപ്പുറം ആക്ഷൻ എവിടെ വരുന്നു, നമ്മളെപ്പോൾ പ്രവർത്തിക്കുന്നു, അപ്പോൾ മാത്രമേ അതിനൊരു റിസൾട്ട് ഉണ്ടാവൂ എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ പലരും സ്വയം ഇങ്ങനെ സ്കാൻ ചെയ്യുകയും ഒക്കെ ചെയ്തു. നമുക്ക് എന്താണ് നമ്മുടെ സന്തോഷമുള്ള ഏരിയ, നമ്മളെ ഹാപ്പി ആക്കുന്ന, നമ്മുടെ സമയം അറിയാതെ നമുക്കതിൽ മുഴുകിയിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, നമുക്ക് എന്താണ് ഈ ലോകത്തിന് കൊടുക്കാനുള്ളത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണുള്ളത്. അപ്പോ ആ ഒരു ഏരിയ നമ്മൾ കണ്ടെത്തുന്നതോടുകൂടി നമ്മൾ അതിലേക്കുള്ള സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങണം എന്നുള്ളതാണ്. നമ്മളത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോ അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഈ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ നമ്മളൊരു ഗെയിംസ് നടക്കുന്നു, അല്ലെ, ഒരു രണ്ട് ടീമുകൾ തമ്മിൽ ഒരു മാച്ച് നടക്കുന്നു എന്ന് സങ്കല്പിക്കാം. രണ്ടുപേരുടെയും ലക്ഷ്യം ആ കപ്പ് എടുക്കലാണ്. പക്ഷെ ഒരു ടീമാണ് വിജയിക്കുന്നത്, അല്ലെ, ഒരു ടീം തോൽക്കും. അപ്പോ എന്താണ്, ലക്ഷ്യത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. രണ്ടുപേർക്കും ആ ലക്ഷ്യമുണ്ട്. പക്ഷെ അതില് വ്യത്യാസം വന്നത് അവര് ഇംപ്ലിമെന്റ് ചെയ്ത രീതി, അവര് ആ ഒരു മത്സരത്തെ കണ്ട ഒരു അതില് അവരുപയോഗിച്ച പാറ്റേണുകൾ, അവിടെയാണ് വ്യത്യാസം വന്നത്. ആ ഇതനുസരിച്ച് ജയപരാജയങ്ങൾ മാറുന്നു എന്നതാണ്. അപ്പോ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ലക്ഷ്യം നമുക്ക് സെറ്റാക്കി കണ്ടെത്തി എന്ന് പറഞ്ഞാലും അതിനപ്പുറം നമ്മുടെ ആ ഒരു ആക്ടിവിറ്റീസിലേക്കുള്ള, ആക്ഷനിലേക്കുള്ള നമ്മുടെ ഒരു ബ്ലോക്കേജ് നമ്മൾ നീക്കണം എന്നുള്ളതാണ്.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നർ കോച്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? ഇന്നർ കോച്ച് നമുക്ക് നല്ല ഗൈഡൻസ് തരും എന്ന് പറഞ്ഞിരുന്നു. ആ ഇന്നർ കോച്ചിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസിൽ നിന്നാണ് നമുക്ക് ഇപ്പം സമൂഹത്തിന് എന്ത് നമ്മൾ അവരെന്ത് പ്രതീക്ഷിക്കുന്നു എന്നതല്ല നമ്മൾ കൊടുക്കുന്നത് ശരിക്കും. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. പല ആളുകളും സമൂഹം എന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പലരും ഏറ്റെടുത്ത് ബർഡനായിട്ടാണ് പലതും ചെയ്യുന്നത്. പക്ഷെ അതല്ല വേണ്ടത്. നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് നമ്മുടെ ഇന്നർ കോച്ച് നമുക്ക് കൃത്യമായ ഗൈഡൻസ് നൽകി തരും. അപ്പൊ ആ സമയത്ത് അതിനെ എന്ത് ചെയ്യുക, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതില് എന്തൊക്കെ വേണം? നമുക്ക് അതിനുള്ള നോളജ് വേണം, അതിനുള്ള സ്കില്ല് വേണം. അതായത് എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. എന്ത് ചെയ്യണം എന്ന് കണ്ടെത്തിയാൽ മാത്രം പോരാ, എങ്ങനെ ചെയ്യണം എന്നുള്ള പാർട്ട് കൂടി നമ്മൾ ഓക്കെ ആക്കണം. ഓക്കെ, അപ്പം ഈ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിനാണ് നമ്മൾ ഇനി മുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പൊ അതില് നമ്മളൊരു വെള്ളം ഒഴുകുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ ഓരോ ആക്ടിവിറ്റീസും എന്നാണ് അല്ലെ? ഒരു ഫ്ലോ ഓഫ് വാട്ടർ. ഇപ്പോ നമുക്കറിയാം, ഒരു നദി ഇങ്ങനെ കെട്ടിക്കിടന്നാൽ എങ്ങനെ ഉണ്ടാവും? അതിലെ വെള്ളം ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് മാറിപ്പോകും. അതേസമയം ഇത് ഒഴുകി, കൃത്യമായി ഒഴുകി ഇത് കടലിലേക്ക് ചെന്ന് ചേരുകയാണെങ്കിലോ അതെത്ര ക്ലിയർ ആയിരിക്കും, എന്തെല്ലാം അതിന് ഉപകാരങ്ങളുണ്ടാവും. അപ്പോൾ ഈ നദി കെട്ടിക്കിടക്കാൻ എങ്ങനെ ആദ്യത്തെ ഒരവസ്ഥയിൽ ഇഷ്ടപ്പെടുന്നു, അതുപോലെ ആയിരിക്കും നമ്മളും. ദെൻ അതിനൊരു ആ ഒരു എനർജി കിട്ടുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ ഫ്ലോ തുടങ്ങുന്നത്. അതിനെ ഈ എന്താ പറയാ, അതിനെ ഒരു ലിവിങ് ക്രിയേച്ചർ ആയിട്ട് എടുത്താൽ അതിന്റെ ചിന്താഗതി പറയുന്നത് എന്തായിരിക്കും? ഞാനിവിടെ സേഫ് ആണല്ലോ, ഞാനിവിടെ കംഫർട്ട് ആണല്ലോ, ഞാൻ ഇനി എങ്ങോട്ട് പോകാനാണ്, ഞാനിവിടെ നിന്നാൽ പോരെ എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും. പക്ഷേ ഇതിന് വൺസ് ഒരു എനർജി വരുന്നു, ഇത് ഒഴുകാൻ തുടങ്ങുന്നു, അപ്പോഴും ഇത് ചിന്തിക്കും തടസ്സങ്ങളാണല്ലോ, സ്മൂത്ത് ഒരു വഴിയായിരിക്കില്ല. ദെൻ ആ വഴികളിലൂടെ ഇത് ഒഴുകി കല്ലുകളും അതുപോലെ തടസ്സങ്ങളും പലതും ചിലതിൽ നിന്ന് വഴിമാറി ഒഴുകുന്നു, ചിലതിനെ കവച്ചു വെച്ച് അതിന്റെ മുകളിലൂടെ ഒഴുകുന്നു. അങ്ങനെ ഒഴുകി അവസാനം ഇതിന് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് കടലിന്റെ ഒരു പാർട്ടായിട്ട് മാറുകയാണ് അല്ലെ? അപ്പൊ അത്രത്തോളം അത് ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പൊ അതിന് മനസ്സിലാവോ, ഞാനിപ്പോൾ കടലാണല്ലേ, ഞാൻ ആ ഒഴുകാനുള്ള ഒരു എനർജി എടുത്തത് കൊണ്ടാണ്, അതിനെ ആ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഞാൻ ഒഴുകിയത് കൊണ്ടാണ് ഞാനും ഇപ്പോൾ കടലിന്റെ ഒരു ഭാഗമാണ്, ഞാനും കടലാണ്. അപ്പൊ നദി അവിടെ ഇല്ല. ആ സമയത്ത് ആ നദിയിലെത്തിയ വെള്ളം ഒക്കെ കടലിന്റെ ഒരു ഭാഗമായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നെ വിളിക്കുന്ന പേര് ഏത് കടലിലാണോ ചേർന്നത് അതിന്റെ പേരിലാണ്. അപ്പൊ അതുപോലെയാണ് നമ്മളും ആ ഒരു ഫ്ലോ, ഈ നമ്മുടെ ഇപ്പോഴുള്ള സ്റ്റേറ്റ് ആണ് നമ്മുടെ ആ ഒരു കെട്ടിക്കിടക്കുന്ന ജലാശയം എന്ന് പറയുന്ന അവസ്ഥ. നമുക്ക് ചെന്ന് ചേരാനുള്ള കടലാണ് നമ്മുടെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെൽഫ് എന്ന് കരുതുക. എന്നിട്ട് നമ്മൾ ഈ യാത്രയെ പരിഗണിക്കുക. അപ്പോൾ ആ യാത്രയെ നമുക്ക് ഓരോ തടസ്സങ്ങളെയും എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള ആ ഒരു ഇത് യൂണിവേഴ്സ് തന്നെ നമുക്ക് ഗൈഡൻസ് തരികയും നമുക്ക് വ്യക്തമായിട്ട് ആ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ അതിനകത്ത് നമ്മൾ ഹ്യൂമൻ നേച്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിപ്പറ്റീഷൻ ചെയ്യുക എന്നുള്ളതാണ്. പല ഹാബിറ്റുകളും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. റിപ്പറ്റീഷൻ ഈസ് മദർ ഓഫ് സ്കിൽസ് എന്നാണ് പറയുന്നത്. നമ്മളെ ഒരു കഴിവുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു സ്കില്ലാക്കി ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ സ്കില്ലാക്കി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റെപ്പറ്റീഷൻ എന്നുള്ളതാണ്. നമ്മളത് ആവർത്തിച്ച് ആവർത്തിച്ച് അവസാനം അത് ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുത്തില്ലെങ്കിലും അത് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയും. അതാണ് ഈ റെപ്പറ്റീഷൻ കൊണ്ട്
നമുക്ക് കിട്ടുന്ന ഗുണം. ഓക്കെ. ദെൻ നമുക്ക് ചെയ്യാൻ ഇപ്പോ ഒരു കാര്യം ചെയ്യണം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഒരു എക്സർസൈസ് ആണെങ്കില്, അല്ലെങ്കിൽ ഒരു എഴുത്ത്, ഒരു ജേണൽ, ഒരു കാര്യം എഴുതുക എന്നുള്ളതാണെങ്കില്, നമുക്ക് തടസ്സങ്ങൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ഒരു ചെറിയ പാർട്ട് മാത്രം ചെയ്യാം. അത് 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ജസ്റ്റ് ഒരു 2 മിനിറ്റത്തേക്ക് മാത്രം നമ്മളത് ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് അത് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആ ഒരു ടാസ്ക് നമുക്ക് വളരെ ചെറിയ ചെറിയ പാർട്ടുകളാക്കി മാറ്റിയിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നമ്മളിപ്പോൾ ചെയ്യുന്നു. ദെൻ അത് നിർത്തുന്നു എന്ന് നമ്മൾ ഉറപ്പ് കൊടുക്കുക. അത് നിർത്തുകയും ചെയ്യാം. ചിലപ്പോൾ നമുക്കൊരു അത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നും. പക്ഷേ അത് നമ്മളെ പിറ്റേ ദിവസത്തേക്ക് നമ്മളെ മുടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തോന്നലാണ്. അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇന്ന് ഞാനിപ്പോൾ 2 മിനിറ്റേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഡേയിലും 2 മിനിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് എപ്പോഴാണ് അത് അതിന്റെ ടൈം കൂട്ടിയെടുക്കാൻ കഴിയുന്നതെന്ന് തോന്നുന്ന സമയത്ത് മാത്രം നമ്മൾ അതിലേക്ക് അത് കുറച്ചുകൂടി ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് നമുക്കൊരു ഹാബിറ്റായിട്ട് ബിൽഡ് ചെയ്ത് വരും എന്നുള്ളതാണ്. അതായത് ആദ്യം തന്നെ നമ്മൾ വലിയൊരു ടാസ്ക് ഏറ്റെടുത്ത് ഒരു ദിവസം ചെയ്തു. ഇപ്പോൾ വർക്കൗട്ടിന് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കണ്ടിന്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളാകെ ടയേർഡായി. പിന്നെ നമ്മൾ ചിലപ്പോൾ പിറ്റേ ദിവസം എന്നല്ല, ആ മാസം തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ആക്ടിവിറ്റി എടുക്കുക, അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതില് എല്ലാ ഏത് കാര്യമാണെങ്കിലും നമ്മൾ അതിനെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഇൻസ്പിറേഷനിൽ നിന്നായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് നമ്മൾ വേറെ ഏത് ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിലും അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകും. നമ്മൾ സെൽഫ് ഇൻസ്പയർഡ് ആയി നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു നിർദ്ദേശമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതാണ്. കാരണം ഇത് മറ്റാരും അല്ല നമ്മളോട് ഇത് ഏൽപ്പിക്കുന്നത്. നമ്മൾ തന്നെ കമ്മിറ്റ് ചെയ്യുന്ന ആക്ഷനായിട്ട് മാറണം. അപ്പോൾ നല്ല ഒരു നേട്ടം കൈവരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ അത് സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾ തുടക്കത്തിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നല്ലേ, നമ്മൾ ഇത്രയും സെഷനായി 25 സെഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. അതൊരു ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടെ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? അത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് നമ്മളൊരു സെലിബ്രേഷൻ കൊടുക്കുക എന്നുള്ള അതൊരു രീതിയാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ രീതിയിൽ ഒരിക്കലും മറ്റൊരാൾ വന്നിട്ട് നീ ഇപ്പൊ നല്ല പ്രോഗ്രസ്സിലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ അഭിനന്ദിക്കാനൊന്നുമില്ല. നമ്മൾ തന്നെയാണ് ആക്ഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ അത് ഈ ഈ ഒരു പാത്തിൽ, ഈ ഒരു ജേണിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക ആ ഒരു സെലിബ്രേഷൻ. ഓക്കെ, ഇത്ര ടാസ്ക്, ഇത്ര കാര്യം നീ ചെയ്യുകയാണെങ്കിൽ ഒരു സെലിബ്രേഷൻ, ഒരു ഗിഫ്റ്റ് കൊടുക്കുകയോ, അതെന്താന്ന് വെച്ചാൽ അത് അപ് ടു നമ്മുടെ ഒരു ചിന്തയാണ്. നമുക്കനുസരിച്ച് ചെയ്യാൻ കഴിയും. എന്തെങ്കിലും പ്രത്യേകിച്ച് ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു യാത്ര പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നോക്കുക. നമ്മൾ എന്താ പറയാ, നമ്മൾ ഇത്രയും ഇൻവോൾവ് ആയിട്ട് അതിലേക്ക് മുഴുകി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയധികം നമുക്കത് ഇഷ്ടപ്പെടണം. അപ്പൊ ആ ഒരു ഇഷ്ടപ്പെട്ട പ്രവൃത്തി നമ്മൾ കണ്ടെത്തി അതിലേക്ക് ഇൻവോൾവ് ആവുക എന്നുള്ളതും, ദെൻ അതിനപ്പുറത്തുള്ള റിസൾട്ടാണ് ഇത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലേക്ക് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട്. അത് നമുക്ക് ആദ്യം കാണാൻ കഴിയില്ല. അതിന് ഒരു പ്രത്യേക ഒരു സമയം എടുക്കുമ്പോൾ മാത്രമേ ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയൂ. നമ്മളിപ്പോ ഒരു ചെടി നട്ടാൽ അത് പിറ്റേ ദിവസം നമുക്ക് ഫലം കിട്ടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെതായ സമയമെടുക്കും. നമ്മൾ ഏത് ആക്ടിവിറ്റി ആണോ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിന്റെ റിസൾട്ട് നമ്മിലേക്ക് വരാൻ കുറേയധികം സമയമെടുക്കും. അപ്പൊ അത്രയും സമയം നമ്മൾ പേഷ്യൻ്റ് ആയിട്ട് അതിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ആ ക്രിയേറ്റിവിറ്റി നമ്മളൊരു ഡിസ്കഷൻ പോലെ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ
വൺ വേ പറയുന്നതിനേക്കാളും നിങ്ങൾ കൂടി ഇന്ററാക്ട് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. കുറച്ച് സമയമല്ലേ ഉള്ളൂ. യെസ് ബെസ്സി മാം. റീക്യാപ്പ് ആണോ സാറേ? നമുക്ക് ഒരു ഡിസ്കഷൻ മോഡിലേക്ക് പോവാം മാം. അത് റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് കൂട്ടായിട്ടൊരു ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അതെ അതെ. അപ്പം നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതുപോലെ അതിന്റെ ഒരു ഭാഗമായിട്ട് അത് ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളത്, നമ്മളുടെ എബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മളുടെ സ്കിൽസ് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മളിപ്പോ ഇന്നത്തെ ടോപ്പിക് ഇൻസ്പയർഡ് ആക്ഷൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ പറയട്ടെ, പാബ്ലോ പിക്കാസോയുടെ ഒരു കോട്ടിംഗ് ഉണ്ട്. അതായത് ആക്ഷൻ ഈസ് ദ ഫണ്ടമെന്റൽ കീ ടു ഓൾ സക്സസ് എന്നാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് എല്ലാം നമ്മളുടെ സക്സസിന്റെയും പുറകിലുള്ള സീക്രട്ട്, അല്ലെങ്കിൽ സക്സസിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നെ ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്യോഥെ എന്ന് പറഞ്ഞൊരു റൈറ്ററെ പറ്റി. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞ ബുക്കിൽ അദ്ദേഹം പറയുന്നത്, വാട്ട് എവർ യു ക്യാൻ ഡു ഓർ ഡ്രീം യു ക്യാൻ ബിഗിൻ ഇറ്റ്. ബോൾഡ്നെസ് ആസ് ജീനിയസ് പവർ ആൻഡ് മാജിക് ഇൻ ഇറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് തന്നെയാണ് നമ്മൾ ഡ്രീം ചെയ്യുന്നത്, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ തുടങ്ങുക, അല്ലെങ്കിൽ അത് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക. അതെന്ന് വെച്ച് നമ്മളുടെ ബോൾഡ്നെസ് അതിന് വേണം, നമ്മുടെ ജീനിയസ്, നമ്മുടെ പവർ എല്ലാം നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യണം. അതാണ് ഈ രണ്ട് ഗ്രേറ്റ് റൈറ്റേഴ്സും പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇതിനെപ്പറ്റി. പിന്നെ എന്താ പറയാ, സാറ് ആദ്യമേ ഇത് സ്റ്റാർട്ട് ചെയ്ത നോയിങ് ഈസ് നോട്ട് ഡൂയിങ്, നോയിങ് ഈസ് നോയിങ് ആൻഡ് സേയിങ് ഈസ് നോട്ട് ഡൂയിങ്, ഡൂയിങ് ഈസ് ഡൂയിങ് എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. നമ്മൾ എന്താണോ അതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അത് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ വാട്ട് ക്യാൻ ബി കോൺട്രിബ്യൂട്ടഡ് ടു ദ വേൾഡ്. അതായത് സെൽഫ്ലെസ് ആയിട്ട് നമുക്ക് എന്ത് ഈ ലോകത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയും, അത് മറ്റുള്ളവരെ കാണിക്കാനായിട്ടോ അല്ലെ ഒന്നിനും അല്ല, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം പ്രതീക്ഷിച്ചിട്ടോ അല്ല. അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് അത് വരണം, ഇൻസ്പയർഡ് ആയിട്ട് വരണം. നമ്മൾ നിസ്വാർത്ഥമായിട്ട് അത് ചെയ്യുമ്പോഴാണ് അത് പ്രൊഡക്റ്റീവ് ആവുന്നത്. അത് സാറാ രണ്ട് ടീംസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. സെയിം ഗോളാണ്. ഇപ്പൊ രണ്ട് ടീമുകൾ തമ്മിൽ എന്താ പറയാ, ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവര് കളിക്കുന്ന ആ ടൈമില് അവർക്ക് ഒരാളെ എപ്പോഴായാലും സക്സസ്ഫുൾ ആവും. എന്തുകൊണ്ടാണ്? വിൻ ചെയ്ത ആളുടെ പാറ്റേൺ ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് അയാളുടേതായ ആ ടീം അവരുടെ ഇൻസ്പിറേഷനോട് കൂടി അവർക്കൊരു ഗോൾ ഉണ്ടായിരുന്നു, ആ ഗോളിൽ അവർ ചെയ്തു. അതുകൊണ്ടാണ് അവർ ഇതായത്. എന്ന് വെച്ചാൽ മറ്റേ ടീം മോശമാണെന്നല്ല അതിന്റെ മീനിങ്. കറക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ ആ വിൻ ചെയ്ത് ടീം കണ്ടുപിടിച്ചു. പിന്നെ ഇതിനെല്ലാം എന്ന് വെച്ചാൽ ഒരു ഇന്നർ കോച്ച് ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇൻസ്പിറേഷൻ, ഇതൊക്കെയാണ് സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ എന്താ പറയാ, ഈ ലോകത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാൾ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കാര്യത്തിനായിട്ട് നമ്മൾ എയിം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേ അത് ഹൗ ടു ഡു ഇറ്റ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെങ്കിൽ എങ്ങനെ എനിക്കത് വിൻ ചെയ്യാൻ പറ്റും, അല്ലെ എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലോയിങ് റിവറിന്റെ കാര്യം സാർ പറഞ്ഞായിരുന്നു. അതായത് ഒരു ഫ്ലോയിങ് റിവറിനകത്താണെങ്കിൽ ഒരിക്കലും അതിനകത്ത് അഴുക്കോ അല്ലെങ്കിൽ അതിൽ വേറെ തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസോ വരുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഫ്ലോയിങ് കണ്ടിന്യൂസ്ലി. പക്ഷേ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വാട്ടർ ആണെങ്കിൽ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനാണ് അപ്പോഴും നമ്മളുടെ അതിനകത്തെല്ലാം ഇമ്പ്യൂരിറ്റീസ് ആണ്. ഹ്യൂമൻ മൈൻഡ് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഐഡിയലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ലേസി ആയിട്ട് ഒന്നും ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതെപ്പോഴും ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. നമുക്ക് പല നെഗറ്റീവ് തോട്ട്സ് വരും. അപ്പം നമുക്കൊരിക്കലും ഒരു ഡെവലപ്മെന്റിന്റെ പാത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ അതിനാണ് നമ്മൾ ഈ പറയുന്നത് ആക്ഷൻ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. വെറും ആക്ഷൻ അല്ല, ഇൻസ്പയർഡ് ആക്ഷൻ ആവശ്യമാണ്. അപ്പൊ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് പോയാലും നമുക്ക് ജീവിതത്തിൽ ഒരു ഗോളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ഹേർഡിൽസ് നമ്മൾ ഓവർകം ചെയ്യേണ്ടി വരും, ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ദാറ്റ് ഈസ് ലൈഫ്. ആ ലൈഫിനെ നമുക്ക് എങ്ങനെ ഈ ഹേർഡിൽസിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഒരു റിവർ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതൊഴുകി അത് ഒരു സീയിൽ ചെന്ന് മെർജ് ചെയ്യുമ്പോഴാണ് പിന്നെ അവിടെ റിവർ കാണുന്നില്ല, പിന്നെ അത് ഒന്നാണ്, ഒരു യുണീക്നെസ് ആണ്, വണ്ണസ് ആണ്. അത് പിന്നെ സീ എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് ദ ഫ്ലോ ഓഫ് എനർജീസ് ലൈക്ക് വാട്ടർ. നമ്മളുടെ എനർജിയുടെ ഫ്ലോവും ഇതുപോലെ തന്നെയാണ്. പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഒരു ഡെസ്റ്റിനേഷൻ ഈസ് ലൈക്ക്
അത് ഏത് ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോഴും നമുക്കതിനൊരു ഒരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ കാണും. പിന്നെ എന്താ പറയാ, റെപ്പറ്റീഷൻ ഇസ് എ മദർ ഓഫ് സ്കിൽ എന്നാണ് പറയുന്നത്. അതായത് എബിലിറ്റീസിനെ നമ്മൾ സ്കില്ലായിട്ട് മാറ്റാം നമുക്ക്. പിന്നെ ഈ റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം നമ്മൾക്ക് ഹാബിറ്റായിട്ട് മാറണമെങ്കിൽ നമ്മുടെ സ്കില്ലിനെ നമ്മൾ ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതായത് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലോട്ട് കൊണ്ടുവരണം. പിന്നെ നമ്മൾ എന്താ പറയാ, ഒരു ഒരു കാര്യം നമ്മളൊരു ടാസ്ക് നമ്മൾ ചെയ്യണ ഡിഫിക്കൽട്ട് ടാസ്ക് എടുത്ത് തലയിൽ വെക്കാതെ അതിനെ ചങ്ക്സ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് സ്മോൾ ആയിട്ട് നമുക്ക് കൊണ്ടുവന്നാൽ ആക്ടിവിറ്റീസ് നമുക്ക് എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒറ്റയടിക്ക് നമുക്കൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എന്താ പറയാ, ഒന്നെങ്കിൽ അത് ഫ്ലോപ്പ് ആവും, അല്ലെങ്കിൽ അത് സക്സസ് ആവും. പക്ഷെ എന്നാലും ആ സക്സസ് ആയാലും അത് ക്ലിയർ ആയിട്ട് അതിന്റെ ഔട്ട്പുട്ട് കിട്ടത്തില്ല. കാര്യം നമ്മൾ എങ്ങനെയൊക്കെയോ ചെയ്തു തീർത്താണ്, എന്തിനൊക്കെയോ വേണ്ടി ചെയ്തു തീർത്താണ്. പക്ഷെ നമ്മളത് കുറേശ്ശെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. നമ്മളുടെ ഹ്യൂമൻ തോട്ട്സും ഇമോഷൻസും ഒക്കെ ഇതേപോലെ തന്നെയാണ്. അപ്പൊ എന്താ പറയാ, നമ്മൾ എന്ത് ചെയ്താലും ആസ്വദിച്ച് ചെയ്യുക. വി ഹാവ് ടു ഡു എവറിത്തിങ് ഇൻ ആൻ ഇൻസ്പയർഡ് വേ. ഇൻസ്പിരേഷണൽ മൂഡിൽ വേണം നമ്മൾ അത് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പോകരുത്. അവിടെ ഒരു കമ്മിറ്റ്മെന്റ് വേണം. നമ്മൾ എന്ത് തന്നെ ചെയ്താലും അതൊരു കമ്മിറ്റ്മെന്റ് വേണം. പിന്നെ ഇൻസ്പയർഡ് ആക്ഷൻ വിൽ ലീഡ് ടു എ ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം നമ്മുടെ സോളിന്. എന്താ പറയാ, നമ്മൾ ഒരു പുതിയ ആളായിട്ട് അനുഭവപ്പെടണം. അത് നമ്മൾക്ക് തന്നെയാണ് ആദ്യം ഫീൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ ഇറ്റ്സ് ആർ ഓൺ സോളാണ്. ആ സോളിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതിനെന്താ നമ്മൾ ചെയ്ത് ലുക്ക് അറ്റ് ഇൻ ടു അവർ സെൽസ് ടു ഫൈൻഡ് അവർ റിയൽ സെൽഫ്. നമ്മളുടെ അൾട്ടിമേറ്റ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ജസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് അവർ റിയൽ സെൽഫ്. ഒരു ഹ്യൂമൻ പേഴ്സണാലിറ്റിക്ക് 2 സെൽഫുകളാണുള്ളത്, ഐഡിയൽ സെൽഫും റിയൽ സെൽഫും. ഐഡിയൽ സെൽഫ് എന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക്കിൽ നമ്മൾ എങ്ങനെയാണോ അതാണ് ഐഡിയൽ സെൽഫ്. റിയൽ സെൽഫ് എന്ന് പറഞ്ഞാണ് നമ്മുടെ ട്രൂ നേച്ചർ, യഥാർത്ഥത്തിൽ നാം ആരാണെന്നുള്ളത്. ോടുകൂടി മറ്റുള്ളവർ ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാം. അതിനെന്താ പറയാ, അതിന് കുറെ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. ബുദ്ധിമുട്ടേണ്ട മീൻസ് ടേക്സ് ടൈം ടു ഗെറ്റ് എ ബെറ്റർ ഔട്ട്പുട്ട് ഓർ റിസൾട്ട്. ഉടനെ അത് ചാടി റിസൾട്ട് കിട്ടണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. അത് നമ്മൾ ക്ഷമയോടെ അതിനു വേണ്ടി കാത്തിരിക്കുക. ബി പേഷ്യന്റ് ആൻഡ് അതാണ് നമ്മളുടെ. അതായത് നമ്മൾക്കൊരു ഗോളുണ്ട്. നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് just hello sir, what happened? ഇടയ്ക്ക് നെറ്റ് ഒന്ന് പോയി, റീകണക്ട് ആയി. ഓക്കെ മാം, വൈൻഡപ്പ് ചെയ്തിരുന്നോ? ലാസ്റ്റ് പാർട്ട് കേൾക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, ഞാനിങ്ങനെ പറഞ്ഞോണ്ടേയിരുന്നു സാർ നോക്കിയിരിക്കുന്ന കണ്ടു. ഇടയ്ക്ക് നെറ്റ് ഒന്ന് പോയി, ഞാൻ റീകണക്ട് ആയി വന്നതാണ്. ഓക്കെ, എവിടെ കേട്ടത്?
ലാസ്റ്റ് ലാസ്റ്റ് ഒരു നമ്മള് ആ റെപ്പറ്റീഷനെ പറ്റി മാം പറഞ്ഞത് അതിന്റെ കേട്ടായിരുന്നോ? ഏതാ റെപ്പറ്റീഷനെ അതൊക്കെ കേട്ടു. യെസ് മാം വൈൻഡപ്പ് ചെയ്തായിരുന്നു. എസ് മാം വൈൻഡപ്പ് ചെയ്തായിരുന്നു. സമീറ മാം ഓഡിബിൾ ആയിരുന്നോ? യെസ്. ഹലോ. അതെ, ഓഡിബിൾ ആയിരുന്നു. നല്ല സൂപ്പർ ആയിട്ട് ഇത് ഞങ്ങൾ കേട്ടു. മാഷാഅല്ലാ, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരുടെയും കൂടി സംഭവമായപ്പോ ആക്ഷൻ ടേക്കിംഗ് കീപ് എൻഡ് ഇൻ മൈൻഡ് എന്നുള്ള ആ ഒരു സംഭവം തന്നെ നല്ല രസമായിട്ട് 2 പ്രാവശ്യം ഇങ്ങനെ സബ് കോൺഷ്യസിലൂടെ പോയി. താങ്ക് യു സോ മച്ച് അനസർ. യെസ്. ഇതിനകത്തൊരു കാര്യമെന്ന് വെച്ചാല് ബെസ്സി മാമിനെ നമുക്ക് ഈ വിഷയത്തില് താങ്ക് യു. ഓഡിബിൾ ആയിരുന്നു, പ്രത്യേകം അത് ഓൺ ആവും ചെയ്യും. പറയാം. പറഞ്ഞോളൂ നെറ്റ് പറഞ്ഞോളൂ. ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. സമീറ മാം പറഞ്ഞോളൂ, ഞാൻ വീഡിയോ ഓഫ് ചെയ്താണ്. സമീറ മാം പറഞ്ഞോ. ഇല്ല, എനിക്ക് പറയാനൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രണ്ടും കേട്ടു. നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. ആസ് യൂഷ്വൽ നല്ല ടോപ്പിക് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. താങ്ക് യു. ഓക്കെ താങ്ക് യു. ഇതില് ബെസ്സി മാമിന് ഓൾറെഡി ഒരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു, ഒരു ജോബ്. മാം അത് മാമിന് ഈ യൂണിവേഴ്സിലേക്ക് കൊടുക്കാൻ ആ ജോബ് പോരാ എന്ന് മറ്റൊരു ഏതോ ഏരിയയാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് മാം അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോ മൈൻഡ് പവർ കാര്യങ്ങളൊക്കെ പഠിച്ച് സ്റ്റഡീസിലാണ്. അപ്പൊ അത് നമുക്ക് ശരിക്കും ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് നമ്മുടെ മുമ്പിലുള്ളത്. മാം അത്രയധികം റീഡിങ്ങും കാര്യങ്ങളും ഉള്ളത്. മാമിന് ടീച്ചർ എന്ന് പറയുന്ന നല്ലൊരു പ്രൊഫഷൻ ഉണ്ടായിട്ട് അതല്ല എൻ്റെ ക്രിയേറ്റീവ് ഏരിയ, അതിലപ്പുറം എന്നിൽ നിന്ന് യൂണിവേഴ്സ് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് മാം ഇപ്പോൾ ഈ ഒരു സ്റ്റഡീസായിട്ട് നടക്കുന്നത്. പല കോഴ്സുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ആർക്കാണ് ഫീഡ്ബാക്ക് പറയാനുള്ളത്? വരൂ. സജ്ന മാം ഉണ്ടല്ലോ. സജ്ന മാം വെൽക്കം. തുടങ്ങാൻ പോയല്ലേ ഇപ്പോ? കഴിഞ്ഞതാണോ? ക്ലാസ് കഴിഞ്ഞതാണോ? യെസ്, ക്ലാസ് കഴിഞ്ഞു. ഇനി സജ്ന മാമിന്റെ ഫീഡ്ബാക്ക് കേട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, റെക്കോർഡ് കണ്ടോളാം. ഞാൻ അങ്ങനെ പെട്ടെന്ന് എയ്റ്റിലാണ് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്തതേ. അപ്പോഴും ഫീഡ്ബാക്ക് പറയണ തോന്നി. സജ്ന മാം ഇതുപോലെ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ്. ഓൾറെഡി ഒരു പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നു. അതിനോടൊപ്പം ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് തൃശ്ശൂരിലെ വിമ്പിൾ അക്കാഡമിയിൽ ബേസ് ചെയ്തുകൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് കോഴ്സുകൾ, ഈ ഹാൻഡ് റൈറ്റിംഗ് മോശമായ കുട്ടികൾക്ക് ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിക്കുന്നു. അതുപോലെ ഡിഫറെൻ്റ് സെഷൻസ് മാം എടുക്കുന്നുണ്ട്. പിന്നെ വിമ്പിൾ മോർണിംഗ് സർക്കിൾ എന്ന് പറഞ്ഞ് രാവിലെ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെയുള്ള സെഷൻസ് നടക്കുന്നു. മാമാണ് അതിൻ്റെ കോർഡിനേറ്റർ. അപ്പോൾ മാം ഓൾറെഡി ഒരു കംഫർട്ട് സോണിൽ ഇരുന്നെങ്കിൽ അത്രയധികം ഒരുപാട് ജനങ്ങൾക്ക് വിസ്റ്റം കിട്ടുന്ന, ഒരുപാട് പേരുടെ രാവിലെകൾ ധന്യമാക്കുന്ന ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നില്ല. അപ്പൊ സജ്ന മാമിനോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് മാം അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ ഒന്ന് ഇവിടെ ഷെയർ ചെയ്യുമോ? കുറഞ്ഞ സമയം നമുക്ക് ബാക്കിയുള്ളൂ. മാം ഇവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് ഷെയർ ചെയ്യൂ. ഇൻസ്പിറേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കങ്ങനെ ഭയങ്കര വലിയ ഇതായിട്ടൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്
ഞാനിപ്പോ നമ്മുടെ വിമ്പിൾ അക്കാദമിയിൽ തന്നെ എത്തിപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇങ്ങനെ പബ്ലിക്കിലൊക്കെ സംസാരിക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു ആദ്യമൊക്കെ. ഇതുപോലെ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേൾക്കും, പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനോ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഗ്രൂപ്പിലായാൽ പോലും പ്രിൻസിപ്പളും ഒക്കെ ഉള്ള ഗ്രൂപ്പിൽ തന്നെ ഒരു വോയിസ് ഒക്കെ ഇടാനും ഒക്കെ അങ്ങനെയൊക്കെ ഭയങ്കര. അപ്പൊ ഞാൻ സാറിന്റെ ഫൈസൽ സാറിന്റെ ഒരു കോഴ്സിൽ ട്രെയിൻ ട്രെയിനറിന്റെ ഇതിൽ ജോയിൻ ചെയ്തതായിരുന്നു. അങ്ങനെ പിന്നെ വേറെ ട്രെയിനർ ആവണമെന്നോ അങ്ങനത്തെ ഒരു അതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഇത് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം. എനിക്കിങ്ങനെ പബ്ലിക്കിൽ മീൻസ് വലിയ ട്രെയിനർ അങ്ങനത്തെ അല്ല, നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പിലൊക്കെ പോലും ഇങ്ങനെ ഒന്ന് സംസാരിക്കാനായിട്ട് എന്തെങ്കിലും പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പറയാനൊരു മടി. അപ്പൊ അങ്ങനെ ജസ്റ്റ് കണ്ടപ്പോ അങ്ങനെ ജോയിൻ ചെയ്തതായിരുന്നു. ഫൈസൽ സാറ് ഞങ്ങൾ ഒരു നാട്ടിലാണെങ്കിൽ പോലും സാറിനെ എനിക്ക് അറിയില്ലായിരുന്നു. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, അപ്പൊ അറിയില്ലായിരുന്നു. അങ്ങനെ അങ്ങനെ ജോയിൻ ചെയ്ത് പിന്നെ അങ്ങനെ വന്നപ്പോ കുറെ വിമ്പിൾ അക്കാദമിയിൽ വന്നപ്പോ നമ്മൾക്ക് ഇങ്ങനെ കുറെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഒരു ഫസ്റ്റ് ഒരു വെബിനാർ ഒക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ ഇമ്പ്രൂവ് ആയി വന്നതാണ്. പിന്നെ നമ്മളുടെ മോർണിംഗ് സർക്കിളിന്റെ തുടക്കത്തിൽ ഇതിന്റെ കോർഡിനേറ്റ് ചെയ്തിരുന്നത് അനു ഫൈസി മാം എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റിലുള്ള മാം ആയിരുന്നു. പിന്നെ മാമിന് അത് കണ്ടിന്യൂ, മാം ഒരാഴ്ച അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാമിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ടായപ്പോ തൽക്കാലത്തേക്ക് സാർ എന്നെ ഏൽപ്പിച്ചതായിരുന്നു. പക്ഷെ എനിക്ക് അപ്പൊ അതൊരു എന്താ പറയാ, മോർണിംഗ് സർക്കിളിൽ നമ്മൾ അങ്ങനെ ക്ലാസ്സുകൾ രാവിലെ എണീക്കുന്നു, അതൊക്കെ അങ്ങനെ ചെയ്ത് വന്നപ്പോ എനിക്ക് തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പൊ ഈ രാവിലെ എങ്ങനെ എണീക്കണ്, ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റുട്ടീനും കാര്യങ്ങളെല്ലാനും നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമ്പോ അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ എനിക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് രാവിലത്തെ ആ ഒരു ക്ലാസ് കാര്യങ്ങള്. പിന്നെ ഒരുപാട് കണക്ഷൻസ്, കുറെ അറിവുകൾ കിട്ടുന്നു, ഷെയർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എത്തിപ്പെട്ടതാണ്. ഞാനിങ്ങനെ ഭയങ്കര എന്തെങ്കിലും ചെയ്യുന്ന വിചാരിച്ചിട്ട് അങ്ങനെ വന്നതായിരുന്നില്ല. അങ്ങനെ തൽക്കാലത്തേക്ക് എന്നെ ഏൽപ്പിച്ചു. പിന്നെ സാറങ്ങനെ ഞാൻ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോന്നു. അങ്ങനെ താങ്ക് യു സജന മാം. അപ്പൊ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റും അത് തന്നെയായിരുന്നു, എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യാം. അതിന്റെ ഒരു ബെസ്റ്റ് റിസൾട്ട് ആണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ സംസാരിച്ചത്. മാം തന്നെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ക്ലാസ് കോർഡിനേറ്റ് ചെയ്ത് പോയത് കൊണ്ട് എനിക്ക് തന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മാം അത് ഒരു ഏറ്റെടുത്ത് കൃത്യമായി ചെയ്തു പോയപ്പോൾ മാമിന്റെ ലൈഫ് തന്നെ മാറി. മാമിന്റെ ഒരു നിലവാരവും കാര്യങ്ങളും ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് നല്ലൊരു രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിന് അത് പറ്റിയ ഏറ്റവും വലിയ ലിവിങ് എക്സാമ്പിൾ ആണ്. യെസ് മാം എന്തെങ്കിലും പറയാമെന്നാണോ? 100% സത്യം പറഞ്ഞതായിരുന്നു. എനിക്ക് ആ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. യെസ്, അതന്നെയാണ് നമ്മൾ ഇന്നിവിടെ കൊടുത്ത മെസ്സേജ്. നമ്മൾ ആ ചെയ്യുന്ന ഇപ്പം എനിക്ക് തോന്നുന്നു എത്ര വർഷമായി, 1 ഇയർ ആണല്ലേ സെലിബ്രേറ്റ് ചെയ്ത് റീസെന്റ് ആയിട്ട്, അതെ 365 അതെ, 1 days. ഇയർ സെലിബ്രേറ്റ് ചെയ്തു. നമ്മള് ഓ, മെയിലായിരുന്നു ആ തുടങ്ങിയിരുന്നത്. അതൊരു ചെറിയ കാര്യമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? 365 days അൺസ്റ്റോപ്പബിൾ ആയിട്ട്